ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ബോഗൈൻ വിലാസിനെ ഒന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വെക്കണം. സത്യത്തിൽ ഇപ്പോൾ നമ്മളുടെ ബോഗൈൻ വിലാസമൊക്കെ പൂത്ത് നിൽക്കേണ്ട ഒരു സമയമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ നമ്മളുടെ ഈ കാലാവസ്ഥ എന്ന് പറയണത് എന്താ പറയുക, ആകെ ഇപ്പോൾ ഒന്ന് നന്നായി ഒന്ന് വെയിലായി ഇങ്ങനെ വന്നതായിരുന്നു. ഞാൻ വിചാരിച്ചു അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. പിന്നെ ഇനി തുലാവർഷമൊക്കെയാണല്ലോ ഇനി വരാനുള്ളത്. അപ്പോഴാണ് പ്രശ്നമുള്ളൂ. നമ്മളുടെ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇപ്പോൾ കണ്ടുമല്ലോ, ആ ഷീറ്റൊക്കെ ആകെ ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അതൊക്കെ ഒന്ന് ഊരി മാറ്റാനുള്ള സമയമായി എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴ, വീണ്ടും വൈകിട്ട് മാത്രം. സാധാരണ തുലാമാസത്തിലാണ് ഇങ്ങനെ വൈകിട്ട് മഴ പെയ്ത് ഇടിയും മിന്നലൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ അത് അങ്ങനെ നന്നായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അത് ഞാൻ ഭാഗ്യത്തിന് ഊരി മാറ്റിയില്ല. അതുകൊണ്ട് ഇല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക ഹൈബ്രിഡൊക്കെ ഒരു മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് മഴ കൊണ്ടാൽ മതി, അവരുടെ പണി തീരുമാ. എല്ലാ ഇലയും കൊഴിഞ്ഞ് മഞ്ഞച്ച് അങ്ങനെ ഇരിക്കും. പൂവോന്നറിയില്ല, പക്ഷെ ആകെ ശോഷിച്ച പോലെയോ. അപ്പോൾ അതൊരു വേറെ സെക്ഷൻ. അപ്പോൾ നമ്മളിന്ന് നമ്മളുടെ രണ്ടാമത്തെ നമ്മൾ കുറേ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഫസ്റ്റ് സെക്ഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10 എണ്ണം, പിന്നെ ഒരു 10 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലാസ്റ്റത്തെ ഏറ്റവും ചെറുതായിട്ടിരിക്കുന്ന ചെടികളെ നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചെറുതായിരിക്കണ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ നട്ട് കഴിഞ്ഞപ്പോൾ ചെറിയ കവറിൽ, ബ്ലാക്ക് കളറിൽ കവറിൽ ഇട്ടിട്ട് മറ്റേ 3 ഇഞ്ചിൻ്റെ ഒക്കെ ചട്ടിയില്ല, അത്രയും ചെറിയ ചട്ടിയിലാണ് വെച്ചിരുന്നത്. പക്ഷെ ഇവരൊക്കെ ഇങ്ങോട്ട് നന്നായി വളർന്നു വന്നു. നമുക്കറിയാം, നമ്മളന്ന് ആ വീഡിയോ ഓൺലൈനിൽ കിട്ടിയ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആകെ എന്താ പറയുക, ഒരു കൊമ്പ് ഒരടി തന്നെയുള്ളൂ, അതിൽ ഇലകളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ശോഷിച്ച അവസ്ഥയിൽ കിട്ടിയ നമുക്ക് കൊമ്പുകളാണ് ഇപ്പോൾ നല്ല ഉഷാറായിട്ട് എന്താ പറയുക നല്ല ബുഷിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നി അവരെ ഞാൻ അടുത്ത വർഷമൊക്കെ എന്താ പറയുക റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അവർക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ അക്വാപോണിക്സിൽ ഇവരെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അക്വാപോണിക്സിൽ ചെടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ റൂട്ടൊക്കെ താഴെ മറ്റേ നമ്മളുടെ ബേബി മെറ്റൽ ഉണ്ടല്ലോ അക്വാപോണിക്സിൻ്റെ, അതിൻ്റെ താഴേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും അവർക്ക് ആ വേര് എന്താ പറയുക ആ ഒരു ചെറിയ കവറിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വന്നു തുടങ്ങി. അത്രയും അവർക്ക് പറ്റാതായി, അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ അത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്രാവശ്യം മാറ്റാം. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക വെയിലൊന്നും ആയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയതില്ല. കുറച്ച് നേരത്തെ ഒരു മാസം മുന്നൊക്കെ നമുക്ക് മാറ്റായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റണം എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അവരെ റിപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചു. റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണാണ്. റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മണ്ണ് എക്സ്ട്രാ കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ ഈ ടെറസിൽ കൃഷി ചെയ്യണ ഒരവസ്ഥ പോലെയാണ് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം മണ്ണ് നമ്മളുടെ കല്ല് എന്താ പറയുക അങ്ങനത്തെ മണ്ണാണ് നമ്മളുടെ ബാക്കിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ വളം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ അച്ചൂസ് ഗാർഡനിൽ നിന്ന് കുറച്ച് പോട്ടിംഗ് മിക്സും കൂടെ വാങ്ങിച്ചു. 110 രൂപയാണ് ഒരു പാക്കറ്റിന് പോട്ടിംഗ് മിക്സ് 10 കിലോൻ്റെ. അപ്പോൾ അതും പിന്നെ നമ്മളുടെ കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയും. ആക്ച്വലി ആ പോട്ടിംഗ് മിക്സിൽ നടേണ്ടതാണ്, പക്ഷെ ഞാനതിൽ നമ്മളുടെ കുറച്ച് ചുമന്ന കല്ലുള്ള മണ്ണാണെങ്കിലും കുഴപ്പമില്ല, അതും പിന്നെ നമ്മളുടെ ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ കൂടി ഇട്ടിട്ട് ആ ഒരു 10 കിലോനെ നമ്മളൊരു 20 കിലോ ആക്കിയിട്ട് സത്യത്തിൽ ഇതിനെല്ലാം റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനേക്കാളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്താ നമ്മൾ ഏത് പോട്ടിലാണോ ഇരിക്കുന്നത് അതിൻ്റെ ഒരു ഡബിളുള്ള പോട്ടിലേക്ക് വേണം എങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ബോഗൈൻ വിലാസിനെ. അപ്പോൾ ബോഗൈൻ വിലാസമല്ല ഏതൊരു ചെടീനെയാണെങ്കിലും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതിൻ്റെ ഒരു ഡബിളുള്ള ചെടിച്ചട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു 6 ഇഞ്ച് പോട്ടൊക്കെയാണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാലും അടുത്ത വർഷം ആകുമ്പോഴേക്കും വീണ്ടും റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ 2 വർഷം ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടെ വലിയ ഇതുപോലത്തെ പോട്ടുകളാണ് നമ്മളതിലുള്ളത്. ഇനി അതിന് വേണ്ടി ഞാൻ വേറെ പോട്ട് വാങ്ങിക്കാനൊന്നും പോയൊന്നുമില്ല. ഉള്ള പോട്ടിൽ തന്നെ പഴയ പോട്ടുകളുണ്ടല്ലോ, അത് അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അഗ്ലോണിമയൊക്കെ പോയ പോട്ടുകളാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് തന്നെ എടുത്തു. അപ്പോൾ അതിലിടാനുള്ള മണ്ണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് കരിയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മറ്റേ വേറെ കുറേ നമ്മളുടെ പച്ചക്കറികളുണ്ടല്ലോ അവരുടെ കടക്കിലൊക്കെ ഇട്ടു അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ഇത് നമ്മളുടെ മൈൻഡിലേ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തിന് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ചകിരി വെക്കുകയാണ്. അപ്പോൾ ഞാനിത് മുന്നേ ഞാൻ അഗ്ലോണിമയും അങ്ങനെയുള്ള ചെടികളൊക്കെ മുന്നത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം
സത്യത്തിൽ അങ്ങനെയാണ് ഞാൻ വെക്കാറ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എനിക്ക് നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. താഴെ ചകിരി വെച്ച് കഴിഞ്ഞാൽ ഈ ചകിരിയിൽ മൊത്തം, അതായത് നമ്മൾ റീപോർട്ട് ചെയ്യേണ്ട ചെടികളാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഈ ചകിരിയിൽ മൊത്തം ഇവർ വേര് പിടിക്കും. അപ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മളിങ്ങനെ കമത്തിയെടുക്കുമല്ലോ ഈ ചെടീനെ. കമത്തിയെടുത്തു കഴിഞ്ഞാൽ ഒട്ടും പെട്ടെന്ന് നമുക്ക് കിട്ടും. കാരണം നമ്മളുടെ ആ ചെടി മൊത്തം ആ ചകിരിമ പിടിച്ചിരിക്കുന്നുണ്ടാവും, ആ വേര് മൊത്തമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ചകിരി വെച്ച്, അപ്പോൾ ചകിരി വെക്കുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ചാൽ ഇതൊരു ഉപകാരമാണ്. പിന്നെ നമുക്ക് ഒരു ലെയർ, ഒരു 2 ലെയറൊക്കെ മണ്ണിടാണ്ട് ഒപ്പിക്കാം. പിന്നെ താഴെ നമ്മുടെ ഹോൾസ് പെട്ടെന്ന് അടയില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ കല്ലൊക്കെ ഇടണ്ടേ, വലിയ ഓട് കഷ്ണമോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ അതാവുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടും. ചകിരി ആകുമ്പോൾ അത്ര വെയിറ്റും ഉണ്ടാവില്ല. പിന്നെ അത് അങ്ങനെ മണ്ണ് വന്ന് അടയില്ല. അപ്പം എല്ലാം കൊണ്ടും എനിക്കങ്ങനെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈ ബോഗൻവില്ലേനെയൊക്കെ അപേക്ഷിച്ച് കുറച്ച് ഈർപ്പം അങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ നമ്മൾ പറയണത് എന്താ, ബോഗൻവില്ലയ്ക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറയണത്. വെള്ളം ഒഴിച്ചു കൊടുത്താൽ പൂവിടില്ല എന്നൊക്കെ. പക്ഷേ ഈ ചെടികളൊക്കെ നമുക്ക് ഇതുവരെ പൂത്തിട്ടില്ല. നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച് വെച്ചിട്ടുള്ളൂ. ഇതുവരെ പൂക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു വർഷം ആയിട്ടില്ല. വാങ്ങിച്ചിട്ട് കഴിഞ്ഞ സീസൺ ലാസ്റ്റാണ് ഞാനത് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു 8 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ പൂക്കാൻ ഈ വർഷം വേണമെങ്കിൽ പൂക്കാമോ അവർക്ക്. ഞാൻ അവരെ നോക്കണ പോലെ ഇരിക്കും. ഇനിയിപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അവർ ഉഷാറാണ്. കാരണം നമ്മൾ അവരുടെ വേരുകൾ അനക്കുവോ ഇല്ലെങ്കിൽ മണ്ണുകൾ മാറ്റുവോ അങ്ങനെയൊന്നും ചെയ്യില്ല. ജസ്റ്റ് നമ്മൾ അവരുടെ വെച്ചിരിക്കുന്ന ആ ഒരു കവറുണ്ടല്ലോ, ആ കവറ് പൊട്ടിക്കണു. നമ്മൾ ആ ചകിരി വെച്ചിട്ട് ഇപ്പോൾ കണ്ടില്ലേ, ചകിരി വെച്ചിട്ട് കുറച്ച് മണ്ണിട്ടു, നമ്മളുടെ പൊട്ടി മിക്സ് ഇട്ടു. ആ കവറിൻ്റെ താഴത്തു നിന്നൊക്കെ അതിൻ്റെ വേരുകൾ ഇങ്ങനെ താഴേക്ക് അത്രയും റൂട്ടുകൾ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കേണ്ട താമസം കാരണം പോട്ടി മിക്സിൽ നല്ല വളവും കാര്യങ്ങളുള്ള പോട്ടി മിക്സ്. അപ്പോൾ പെട്ടെന്ന് അവർ ഉഷാറാവേണ്ടതാണ്. അതാണ് നമുക്ക് തോന്നുന്നത്. അതങ്ങനെ ജസ്റ്റ് ഇറക്കി വെക്കണു. അതിനുശേഷം നമ്മളുടെ പോട്ടി മിക്സ് സൈഡുകളിൽ ഇടണം. മുകളിൽ, അതായത് ഈ ഒറ്റ ലെവലിലാണ് ഇടണത്. അല്ലാതെ മുകളിലേക്ക് ഇങ്ങനെ മുകളിൽ വരെ ഇടണില്ല. ഒന്നാമത് വേണമെങ്കിൽ ഇടായിരുന്നു നമുക്ക്, പക്ഷെ ഒന്നാമത് നമ്മളിൽ മണ്ണില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് മുകളിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിനി വളങ്ങളൊക്കെ ഇടണ്ടല്ലോ. ഒരു 2 വർഷത്തിന് ഈ പോട്ടിൽ തന്നെ 2 വർഷത്തിൽ എന്തായാലും ഞാൻ റിപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഈ വളങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് കമ്പോസ്റ്റും ചാണകപ്പൊടി ആണെങ്കിലും എല്ലുപൊടി ആണെങ്കിലും ഇതൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ ഉള്ള സ്പേസ് വേണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മുക്കാൽ ഭാഗം പോലും ഇല്ല കേട്ടോ. ആ ഒരു ലെവലിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. അവർക്കൊരു 2 വർഷം ആകുമ്പോഴേക്കും ഇത് ഫുള്ളായാൽ മതി. പിന്നെ അപ്പോൾ അത്രയാണ് നല്ല ചട്ടികൾ ഉണ്ടായിരുന്നുള്ളൂ. വൈറ്റ് പോട്ട് ബാക്കി ഉണ്ടായിരുന്നു. ഒരു 4 എണ്ണം കണ്ടാണ് ആ ഒരു അഗ്ലോണിമയോ അങ്ങനെ ഏതോ നല്ല ചെടികൾ വെച്ചിരുന്നതാണ്, അത് പോയതാണ്. അപ്പോൾ ആ പോട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മളുടെ ബ്ലാക്ക് പഴയ പോട്ടുകളാണ്. നമ്മളുടെ കുറേ എന്തായിരുന്നു അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു. കുറേ ടൈപ്പ് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി അതിനെയൊക്കെ പതുക്കെ പോണതിനെ അങ്ങനെ പുതിയ കളക്ഷൻ ഉണ്ടാക്കാതെ ബൊഗൈൻവില്ലയും ഓർക്കിഡൊക്കെ ആയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇതായത് നമ്മളുടെ എന്താ പറയുക സമയത്തിൻ്റെ കുറവുകൊണ്ടും അങ്ങനെ എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഈ ചെടികൾ പല ടൈപ്പ് ചെടികളാകുമ്പോൾ നമുക്ക് അവരെ പല രീതിയിൽ കെയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ ബൊഗൈൻവില്ലയും ഓർക്കിഡും ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇവർക്ക് ഒരുവിധം സെയിമാണ് ഇവരുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ. ഒന്ന് റിപ്പോർട്ട് ചെയ്ത് അധികം കെയറിങ് വേണ്ടല്ലോ. ഒന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് ആഴ്ചയിൽ വളങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വളങ്ങൾ ഇടുക, സ്ലറി ഒഴിക്കുക, അത്രയേ ഉള്ളൂ. അഗ്ലോണിമ ഗലാത്തിയ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 3-4 എണ്ണം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. നല്ല കുറച്ച് പൈസ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇത് കലാത്തിയാണെങ്കിലും അഗ്ലോണിമയുടെ അത് ഞാനൊരു 6 മാസം കൂടുമ്പോഴെങ്കിലും അവരെ റിപ്പോർട്ട് ചെയ്ത് അത് നല്ല മണ്ണിലേക്ക് മാറ്റി നട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അത് അപ്പോഴേക്കും അത് അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ചീഞ്ഞ പോലെ അങ്ങനെ അത്രയും കെയർ ചെയ്ത് അവരെ കൂടെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അത്രയും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി ബൊഗൈൻവില്ലയും ഓർക്കിഡും ഒക്കെ, ഓർക്കിഡാണ് ഏറ്റവും കേട്ടോ. മണ്ണും വേണ്ട, ഒന്നും വേണ്ട, നമ്മൾക്ക് ആ കരി വാങ്ങിച്ചാൽ മതി, മറ്റേ ചകിരിയുടെ ആ പീസ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താ പറയുക, ട്രിമ്മിങ്ങും വേണ്ട, പ്രൂണിങ്ങും വേണ്ട, ഒന്നും വേണ്ട. ബൊഗൈൻവില്ല അറ്റ്ലീസ്റ്റ് നമുക്ക് ട്രിം ചെയ്യണം അതിൻ്റെ കൂമ്പൊക്കെ. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഓർക്കിഡ്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നന്നായി പൂക്കണ സമയമാണ് ഓർക്കിഡ്. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും കൊടുക്കാണ്ട് തന്നെ
ഇപ്പം എൻ്റെ എല്ലാം സീഡ്ലിങ്സ് ആയിരുന്നു. അപ്പോൾ ആ സീഡ്ലിങ്സൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ആ പൂത്തത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സ്പൈക്സും വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഞാൻ വാങ്ങിച്ച് വെച്ച് ചെറുപ്പത്തിലേ വാങ്ങിച്ച് വെച്ചപ്പോൾ പുതിയതായിട്ട് പൂത്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, പിന്നെ കണ്ടോ നമ്മൾ ഇത്രയും പോട്ടി മിക്സ് ഇതാക്കിയിട്ടും നമ്മൾ 20 കിലോ, എനിക്ക് തോന്നുന്നു 10 കിലോ, പിന്നെ 10 കിലോ ഞാൻ പറഞ്ഞില്ലേ ഈ ബാക്കിയുള്ളതൊക്കെ വെച്ച് ആഡ് ചെയ്തിട്ടും എൻ്റെ ഒരു 10 പോട്ടിലേക്ക് എനിക്ക് തികഞ്ഞു. ഇനി എൻ്റെ ഒരു ബാഗും കൂടി ഉണ്ട്. അത് എനിക്കിപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലുള്ള ബൊഗെയിൻവില്ലേനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ലാസ്റ്റ് വാങ്ങിച്ച 10 ഇനി നമുക്ക് അതിന് മുന്നേ വാങ്ങിച്ച ബൊഗെയിൻവില്ലേനെയും കൂടെ നമുക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. അത് ഞാൻ വീഡിയോ എടുക്കുമെന്നൊന്നും അറിയില്ല, കാരണം എനിക്ക് എൻ്റെ സമയത്തിനനുസരിച്ച് ഞാനത് പെട്ടെന്ന് ചെയ്യും. കാരണം അതെന്ന് പറയുന്നത് ഇതുപോലത്തെ 3 ഇഞ്ചിൻ്റെയോ അങ്ങനത്തെ കവറിലോ ഒന്നും അല്ല നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി 6 ഇഞ്ചിൻ്റെ പോട്ടിലാണ്. അപ്പം അതിനെ നമുക്ക് കുറച്ചും കൂടെ ഒരു 10 ഇഞ്ചിൻ്റെ പോട്ടിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. എന്തായാലും അതിനേക്കാളും വലിയ പോട്ട് എൻ്റെ ഇല്ല. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് വാങ്ങിക്കുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളിവിടെ കുറച്ച് തണലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സാധാരണ നമ്മൾക്ക് കിട്ടിയ സമയത്തുണ്ടല്ലോ, ഓൺലൈനിൽ കിട്ടിയ സമയത്ത് നമ്മൾ ഇതിനൊക്കെ വെച്ച് തണലത്തൊക്കെ വെച്ച് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിതിനെ പുറത്തേക്ക് ഇറക്കണം. പക്ഷേ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബൊഗെയിൻവില്ലേനെ തണലത്തൊന്നും വെക്കേണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ, നമ്മളതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല, അതിൻ്റെ റൂട്ടിനെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല, അതിൻ്റെ മണ്ണിനെ ഒന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ തന്നെ ജസ്റ്റ് അതുപോലെ അറിഞ്ഞിട്ടില്ല, നമ്മൾ എടുത്ത് വെച്ചു. പക്ഷെ അവർക്ക് കുറച്ച് വളവും കാര്യങ്ങളും കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര വെയിലൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം രാവിലെ കുറച്ച് നേരം വെയിലുണ്ട്, അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും ആകെ മങ്ങിയ പോലെ നിൽക്കും, വൈകിട്ടാകുമ്പോൾ മഴ. അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ കിട്ടണ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. അത്യാവശ്യം നന്നായിട്ട് ഇന്നത്തെ ദിവസമല്ലേ, എന്തായാലും മഴ പെയ്യുമ്പോഴത്തെ ആ ഒരു മഴയുടെ pH അല്ലല്ലോ നമ്മുടെ വെള്ളം. അപ്പോൾ കുറച്ച് നനച്ചൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് ബൊഗെയിൻവില്ലയുടെ വേറൊരു വീഡിയോ ചെയ്യണം. നമ്മളുടെ എന്താ പറയുക, പൂക്കളൊക്കെ ഇടണമല്ലോ നമുക്ക്. 10-15 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും മഴയൊക്കെ തോരുമായിരിക്കും, ഇത് എന്തോ ന്യൂനമർദ്ദമോ മറ്റോ. അപ്പോൾ അപ്പോഴേക്കും പൂക്കൾ ഇടണം. അതിന് വേണ്ടിയിട്ടുള്ള വളമൊക്കെ കൊടുക്കണം, NPK ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതിനും കൊടുക്കും. അപ്പോൾ ഇവരൊക്കെ പൂവിടും, ഇട്ടിരിക്കണം. അതാണ് നമ്മളുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളുടെ ബൊഗെയിൻവില്ലയുടെ റിപ്പോർട്ടിങ്. അപ്പോൾ ഈ ബൊഗെയിൻവില്ലയുടെ മറ്റേ വളങ്ങളൊക്കെ കൊടുക്കണ ഒരു വീഡിയോയും ഒക്കെ ആയിട്ട് അടുത്ത് തന്നെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.